കൃഷ്ണനും രാധയും എങ്ങനെയാണ് നമ്മുടെ ഭൂമിയിലേക്ക് വന്നത്, ആരെ ശാപം കൊണ്ടാണ് വന്നത് എന്നൊക്കെ അറിയാനാണ് ഇന്നത്തെ കഥ കേട്ടോ. കൃഷ്ണനും രാധയും നല്ല സ്നേഹത്തിൽ ഇങ്ങനെ ജീവിക്കുകയായിരുന്നു. ആ സമയത്താണ് കൃഷ്ണയ്യ എന്ന് പറഞ്ഞിട്ട് ഒരാൾ, പരമഭക്തനായ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം പറയാണ്, എനിക്ക് സ്വർഗ്ഗലോകം കാണണം എന്നിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ നാരദമുനി വന്ന് കൊണ്ടുപോവാണ്. അങ്ങനെ കൊണ്ടുപോയി ചെല്ലുമ്പോൾ നാരദമുനി പറയാണ്, നിങ്ങൾ രാധേന്ന് വിളിച്ചാൽ മാത്രമേ കവാടം തുറക്കുള്ളൂ എന്ന് പറയും. അപ്പോൾ ഞാൻ വിളിക്കയില്ലെന്ന് പറയും. അങ്ങനെ കൃഷ്ണൻ്റെ മനസ്സിലിങ്ങനെ കാണുന്നത്. അപ്പോൾ പറയും, തുറന്നു കൊടുത്തോളം ഇങ്ങനെ മനസ്സിലിങ്ങനെ കാണിക്കും. അങ്ങനെ തുറന്ന് കൊടുത്ത് കാണുന്നത് എന്നിട്ടാന്ന് വെച്ചാൽ ഊഞ്ഞാലിൽ ആടുന്ന കൃഷ്ണന് രാധേനെ കാണുക. ആ സമയത്ത് കൃഷ്ണൻ കണ്ട വശം രാധേനെയും കണ്ട വശം ഈ കൃഷ്ണയ്ക്ക് നാവിൽ വന്നത് രാധേനെ ശപിക്കാനായിരുന്നു. അങ്ങനെ രാധയോട് പറയാം, രാധേ നീ എന്തിനാണ് കൃഷ്ണൻ്റെ അടുത്തേക്ക് വന്നിരുന്നത്, നീ ഭൂമിയിൽ ചെന്ന് പതിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രാധേനെ ശപിക്കണം. അപ്പോൾ രാധ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ രാധ പറയും, കൃഷ്ണ നിന്നെ ഞാൻ എൻ്റെ കണ്ണിൽ നിന്നെ ഞാൻ ആക്കിയിട്ട് കണ്ണടച്ചുകൊണ്ടാണ് ഞാൻ ജനിക്കാൻ പോണത്. അതേസമയം നീ വന്ന് എന്നെ തൊട്ടാൽ എൻ്റെ കണ്ണ് തുറക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് രാധ അങ്ങനെ ഭൂമിയിലേക്ക് വന്നു. അതേസമയം കൃഷ്ണനും പറയും, ഞാനും പോവാണ്. പിന്നെ ഒരു ശാപം കൂടി പറയും കൃഷ്ണയ്യര്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ രണ്ടാൾ വിവാഹം കഴിച്ചാലും കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ വേർപിരിഞ്ഞ് വർഷങ്ങളോളം ഇരിക്കും. അപ്പോൾ കൃഷ്ണൻ 125 കൊല്ലവും രാധ 80 കൊല്ലമാണ് അങ്ങനെ ഭൂമിയിൽ ജീവിച്ചത്. അതിന് ശേഷം ഇങ്ങനെ കൃഷ്ണയ്യർക്ക് വിഷമമായി. അപ്പോൾ കൃഷ്ണയ്യരോട് പറയും, വിഷമിക്കൊന്നും വേണ്ട. അതായത് ഭൂമിദേവി വന്ന് പറഞ്ഞു, ഭൂമിയിൽ മുഴുവൻ ദുഷ്ടന്മാരാണ്, അവരെ എത്രയും പെട്ടെന്ന് ഭൂമിദേവിക്ക് ഉന്മൂലനം ചെയ്യണമെങ്കിൽ കൃഷ്ണൻ ഈ ഭൂമിയിൽ തന്നെ വന്ന് പതിക്കണം. അപ്പോൾ ജനിച്ച് 2 പേരും കൂടി ജനിച്ചാൽ, ദേവിയും ദേവനും കൂടി ജനിച്ചാൽ മാത്രമേ ഈ നിഗ്രഹം നടക്കുകയുള്ളൂ. ആ കാരണം കൊണ്ട് അതാണ് നിങ്ങളെ കൊണ്ട് ഈ ഇത് ചെയ്യിച്ചത്. അല്ലാണ്ട് കൃഷ്ണയ്യർക്ക് ഒരു വിഷമവും വേണ്ട, എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്തത് എന്ന് പറഞ്ഞ് കൃഷ്ണയ്യരെ അനുഗ്രഹിക്കുകയും കൃഷ്ണൻ ഒരു ഉണ്ണിക്കണ്ണനായിട്ട് വന്ന് കാരാഗ്രഹത്തിൽ ജനിക്കുകയും രാധേരെ അച്ഛനമ്മയ്ക്കും ജനിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ പിന്നെ ബാക്കിയുള്ള കഥ അടുത്ത അധ്യായത്തിൽ. ഞാൻ അനിത ശങ്കരനാരായണൻ. എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.